ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 34ാമത്തെ ദിവസം. മലയാളത്തിൻ്റെ മോഹൻലാൽ എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടി എത്തിയ ദിവസം, ലാലേട്ടനുള്ള വീക്കെൻഡ് എപ്പിസോഡ്സിലെ ആദ്യത്തെ എപ്പിസോഡ്. ഈ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ കുറേ ആളുകൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. എനിക്കും ചില കാര്യങ്ങളിൽ ലാലേട്ടൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു. പിന്നെ ചില കാര്യങ്ങളിൽ ചില വ്യക്തികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ആശ്വാസവും സന്തോഷവും സമാധാനവും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇത് ബിഗ് ബോസിൻ്റെ തോൽവിയാണ്. ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, മോഹൻലാൽ അടക്കം കുറേ വിഷ്വൽസ് ആവർത്തിച്ചിരുന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറോളം വരുന്ന വിഷ്വൽസ് ആവർത്തിച്ചിരുന്ന് കണ്ടു എന്ന് പറയുന്ന ആളുകളുടെ സത്യസന്ധതയെ, അവരുടെ ആത്മാർത്ഥതയെ, പ്രേക്ഷകർക്ക് ബിഗ് ബോസിലുള്ള വിശ്വാസ്യതയെ, ഇതിന് മുഴുവൻ പുല്ല് വില കൊടുത്തുകൊണ്ട് അവസാനിച്ചൊരു എപ്പിസോഡായിരുന്നു. ആക്ച്വലി മോഹൻലാൽ എന്ന് പറയുന്ന അഭിനയ പ്രതിഭ വന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലും നീതി ഡെലിവർ ചെയ്യപ്പെടാതെ പോയ ജിസൈൽ എന്ന് പറയുന്നൊരു സ്ത്രീ അവിടെയുണ്ട്, ആര്യൻ എന്ന് പറയുന്നൊരു പുരുഷൻ അവിടെയുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരും ആ ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകളും ഒക്കെയുണ്ട്. എല്ലാവർക്കും കിട്ടേണ്ടുന്ന നീതിയെ നിഷേധിക്കുകയാണ് ബിഗ് ബോസ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഈ എപ്പിസോഡ് അവരുടെ തോൽവി മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു കവർപ്പ് മാത്രമായിട്ടാണ് ഫീൽ ചെയ്തത്. ലാലേട്ടനാണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും നാഴേക്ക് 40 വട്ടം പറയുന്നതാണ്, ഇത് സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ്. സമൂഹത്തിലെ വിവിധ ജനറേഷനിൽ വരുന്ന ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണിത്. കുടുംബങ്ങൾ കാണുന്ന, കുട്ടികൾ കാണുന്ന, അങ്ങനെ ഒരു പ്രോഗ്രാമായി അവർ തന്നെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സമൂഹത്തിൽ നടക്കുന്ന വളരെ പ്രോഗ്രസീവായ കാര്യങ്ങളുടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണിത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രാമിൽ ഒരു പുരോഗമന സമൂഹത്തിനും ഉൾക്കൊള്ളാനാവാത്ത ഒരാക്ട് ഒരൊറ്റ വ്യക്തിയുടെ ദുർവാശിയുടെ പുറത്ത് നടക്കുകയും ആ ദുർവാശി അത് കള്ളമാണ് അവർ പറഞ്ഞത് എന്ന് 100% ഉറപ്പിക്കുകയും ചെയ്തതിന് ശേഷവും അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാത്ത, അവസാന നിമിഷം വരെയും അവർ അംഗീകരിക്കാതിരുന്ന ഈ ആളുകളെ മുഴുവൻ അവർ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. എന്നിട്ടും നടപടി എടുക്കാൻ പറ്റാതെ പോകുക എന്ന് പറയുന്നത് പ്രേക്ഷകരോടുള്ള നീതികേടാണ്. അനിമോളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ദിവസം ലാലേട്ടൻ വന്നതിന് ശേഷം ഏറ്റവും അധികം ചോദ്യം ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ച, അവർ ഒരുപാട് പ്രൊമോസൊക്കെ റൺ ചെയ്തിട്ടുള്ള കാര്യവും അത് തന്നെയാണ്. ജിസയിലും ആര്യനും ഒരു ബെഡിൽ ഒരുമിച്ച് കിടക്കുകയും അവരൊരു പുതപ്പിനടിയിലാണ് എന്നുള്ളത് കൊണ്ട് താൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യം, ഊഹിച്ചുണ്ടാക്കിയൊരു കാര്യം അവർ തമ്മിൽ ചുംബിച്ചു എന്ന് അനിമോൾ ടെലിവിഷനിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നൊരു പ്രോഗ്രാമിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടിയിൽ ഞാൻ കണ്ടു എന്ന് ഉറപ്പിച്ച് പറയാണ്. അതിന് അവർക്ക് സഹായകമായ കുറേ കാര്യങ്ങൾ, ഈ പുറത്തുനിന്ന് വന്ന വൈൽഡ് കാർഡ് ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അവർ ഊഹിച്ചുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ജിസയിൽ അടക്കം പറയുന്നത് പോലെ മേക്കപ്പിൻ്റെ ഇഷ്യൂ കഴിഞ്ഞു, ഇനിയിപ്പോൾ മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ എന്നെ കുറ്റം പറയാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെക്കുറിച്ച് പറയാൻ ഒരു വലിയ കുറ്റം കണ്ടെത്തിയതാണ് എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിൽ അവർക്കൊരു ഉറപ്പുമില്ലാത്തൊരു കാര്യം അവർ കണ്ടു എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഓരോ വട്ടവും ആവർത്തിച്ച് മോഹൻലാൽ അത് ചോദിക്കുന്ന സമയത്തെല്ലാം ഞാൻ കണ്ടു ലാലേട്ട, നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല. അതായത് 4 മണിക്കൂറോളം വരുന്ന വിഷ്വൽസ് കുത്തിയിരുന്ന് കണ്ടു എന്ന് പറയുന്ന ബിഗ് ബോസിൻ്റെ ആ ഒരു വലിയ ക്രൂവിനെ, മോഹൻലാൽ അടക്കമുള്ള വലിയ ക്രൂവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ കണ്ടു, നിങ്ങൾ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിനെ മുഴുവൻ ഒരു തരത്തിലും അംഗീകരിക്കാതെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് അതൊന്നും ശരിയല്ല, ഞാൻ കണ്ടതാണ് ശരി, നിങ്ങൾ ഈ കാണിക്കുന്നതും കാണുന്നതും ഒന്നും ശരിയല്ല എന്ന് അതിനകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് വിളിച്ചു പറയുന്ന സമയത്ത് അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ തുണി അലക്കിക്കാന്ന് 7 ദിവസം വേറൊരാളുടെ തുണി അലക്കുക എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ശിക്ഷയാണ്, അനിമോൾക്ക് മാത്രം കൊടുത്ത ശിക്ഷയൊന്നുമല്ല. സോ അനിമോളെ ഇന്നത്തെ ദിവസം ലാലേട്ടൻ വന്ന് കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ലാലേട്ടൻ വന്ന് കുറച്ച് വാക്കുകളിലൂടെ അവരെ ചോദ്യം ചെയ്യുക, അവരോട് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അനിമോൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു നടപടി എന്ന് പറഞ്ഞാൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കള്ളമാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടും അവരെ പുറത്താക്കാൻ പറ്റാതെ പോകുന്നത് ബിഗ് ബോസിൻ്റെ തോൽവിയാണ്. ലാലേട്ടൻ വന്ന് ഒരു എപ്പിസോഡ് തുടങ്ങി, ഒരാളെ എണീപ്പിച്ച് നിർത്തിയിട്ട് ആദ്യം ചോദിക്കുന്നത് നാണമില്ലേ നിങ്ങൾക്ക് എന്നുള്ളതാണ്. അവിടെ വന്ന വൈൽഡ് കാർഡ് എൻട്രീസിനടുത്ത് നിങ്ങൾ വൈൽഡ് കാർഡ്സ് അല്ല, വൈൽഡ് ക്യാറ്റാണ് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് അകത്തേക്ക് എന്നതെന്ന് ജിഷിനോട് ചോദിക്കുന്നുണ്ട്. മസ്താനി എണീപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അകത്ത് പോയി പറയാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ട് പോയതെന്ന് ചോദിക്കുന്നുണ്ട്. മോശം ഭാഷയെ വിമർശിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ബിഗ് ബോസ് ഹൗസിനെ, ഇത്രയും ആളുകൾ കാണുന്നൊരു പരിപാടിയെ ഒരു സദാചാര കോടതിയാക്കി മാറ്റി എന്നുള്ളതാണ്. ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നുകൂടി എടുത്തു വെച്ച് ആലോചിക്കൂ. 3 തലമുറ കാണുന്ന പുരോഗമന ആശയങ്ങൾ ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ പ്രോഗ്രാമിൽ ഇങ്ങനൊരു കാര്യം നടന്നിട്ട് ഒന്നുകിൽ അത് സ്പോട്ട് എവിക്റ്റ് ചെയ്യേണ്ട കാര്യമായിരുന്നു. അതായത് ഇങ്ങനൊരു കാര്യം അവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള എല്ലാ ആളുകളോടും നിങ്ങൾ ഈ
സ്ഥലം വിട്ടോ, ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലമല്ല എന്ന് പറയണമായിരുന്നു. കൃത്യമായി ആ കാര്യങ്ങൾ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ ആ പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കണമായിരുന്നു. ഇനി ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമായിരുന്നുവെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നടപടി എടുക്കണമായിരുന്നു. ഇത് നടന്നിട്ട് ഇപ്പോൾ ഇത്രയും ദിവസം ഇനി ലാലേട്ടൻ വരുന്നത് വരെ അതേ കാര്യം തന്നെ ടീസ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം ലാലേട്ടൻ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? അവരുടെ അടുത്ത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് 4 ചോദ്യം ചോദിച്ചതിന് ശേഷം അവരിപ്പോഴും അവിടെ തുടരുകയാണ്. ഇതാണ് ബിഗ് ബോസ് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം. നിങ്ങൾ കുറച്ച് പോപ്പുലർ ആണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കും എന്ന് പറയുന്ന, പുറത്തൊക്കെ നമ്മൾ സ്ഥിരം പറയുന്ന അതേ കാര്യം ബിഗ് ബോസ് നമ്മളോട് വിളിച്ചു പറയുകയാണ്. അനുമോളെ പോലെ പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ വേറൊരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ വേറെ 2 വ്യക്തികളെക്കുറിച്ച് എത്ര അശ്ലീലം നിറഞ്ഞ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എത്രത്തോളം റൂൾസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരെവിടെയാണോ ഉള്ളത് അതുപോലെ അവർക്ക് തുടരാൻ പറ്റും എന്ന് പറയുന്നൊരു കാര്യമാണ് സമൂഹത്തോട് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരവിടെ തുടരുന്നിടത്തോളം നിങ്ങൾക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം സമൂഹത്തിന് പുരോഗമന ആശയങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു പരിപാടിയാണെന്ന് പറയാനുള്ള യാതൊരു അർഹതയുമില്ല. ഇവിടെ നമ്മൾ ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ടത് ആര്യനെയും ജിസേലിനെയുമാണ്. ജിസേലിനെ ഒരു പൊടി കൂടുതൽ അഭിനന്ദിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലൊരു പേഴ്സണൽ വിഷയം ഉണ്ടാകുമ്പോൾ അവർ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പക്വതയുണ്ട്. അതായത് അവർക്ക് എത്രത്തോളം അവരിലൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് ആലോചിക്കുക. അവരുടെ ക്യാരക്ടറിനെ കുറിച്ച്, അവരുടെ കരിയറിനെ കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്കുള്ള അപാരമായ കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് നിന്നുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത്. അവർക്ക് അവിടെ നിന്നുകൊണ്ട് അനുമോൾക്കെതിരെ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാൻ പറ്റുന്ന അത്രയും ഒരു ലിബേർട്ടി അവർക്ക് എടുക്കാമായിരുന്നു. കാരണം അത്രയും മോശമായിട്ടുള്ളൊരു കാര്യമാണ് അനുമോൾ പറഞ്ഞത്. അത് തെറ്റാണ് എന്ന് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ തെളിവ് നിരത്തിക്കൊണ്ട് പറയുകയാണ്. പക്ഷേ ജിസേൽ ആ സമയത്ത് പോലും മോഹൻലാൽ സംസാരിക്കുന്നതിനിടയിൽ തനിക്ക് സംസാരിക്കേണ്ടി വരുമ്പോൾ പോലും കൈ ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. തനിക്കിത് പറയാനുണ്ട്, ഇത്രയാണ് തനിക്ക് പറയാനുള്ളത്, ഇത് ഇന്ന കാരണം കൊണ്ടാണ്, എനിക്കിതിൽ വേറൊന്നും പ്രൂവ് ചെയ്യാനില്ല എന്ന് പറയുന്ന അവരുടെ ആ കോൺഫിഡൻസ്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയും അനുമോളുടെ കോൺഫിഡൻസും കൂടി നോക്കണമായിരുന്നു എന്ന്. കുറച്ച് അനുമോൾ ഫാൻസ് ഉണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നില്ലേ എന്നുള്ളത്. നിങ്ങളിപ്പോഴും അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന അനുമോളുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളെ പറഞ്ഞു തിരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അതത്രയും മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ജിസേൽ അവസാന നിമിഷവും ലാലേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്തും ജിസേൽ പറഞ്ഞത്, എന്നോട് സോറി പറയാൻ പറ്റുമോ എന്ന് ഞാൻ അനുമോളോട് ചോദിച്ചിരുന്നു എന്നാണ്. അനുമോളൊരു സോറി പറഞ്ഞാൽ ക്ഷമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ജിസേൽ അപ്പുറത്തെ സൈഡിൽ. അനുമോൾ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. അനുമോൾ ജിസേലിനോട് സോറി പറഞ്ഞില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ജിസേലിൻ്റെ അടുത്ത് അനുമോളൊരു സോറി പറഞ്ഞിരുന്നെങ്കിൽ അതൊരു വലിയ നീതിയായേനെ. ഇനി അവിടെ നിൽക്കുന്നില്ല, താൻ ഇറങ്ങിപ്പോരാണ് എന്ന് പറയുകയാണെങ്കിലും അനുമോൾ ഇറങ്ങിപ്പോന്നോട്ടെ എന്ന് വെച്ചാൽ മതി. കാരണം ആ കണ്ടസ്റ്റൻറ്റ് ഈ പറയുന്ന പുരോഗമന പ്രോഗ്രാമാക്കി ഈ പ്രോഗ്രാമിനെ മാറ്റാനുള്ള യാതൊരു കോൺട്രിബ്യൂഷനും നൽകുന്നില്ല. മറിച്ച് ഇതിനെ ഒരു അഴുക്ക് പ്രോഗ്രാമാക്കാൻ വേണ്ടിയിട്ട്, ലാലേട്ടൻ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്, തോന്നിയവാസം കാണിച്ച് ഇതിനൊരു അഴുക്ക് പ്രോഗ്രാമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ മാത്രമാണ് അനുമോളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും സംഭവിച്ചിട്ടുള്ളത്. ഇനി എന്നിട്ടും അനുമോൾ അവിടെ തുടരുകയാണെങ്കിൽ അനുമോൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അനുമോൾ ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. ലാലേട്ടൻ അത് എടുത്ത് പറയുന്നുണ്ട്, ബിഗ് ബോസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരും നിൽക്കണ്ടെന്ന്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയധികം വാർണിങ്ങുകൾ കൊടുത്തതിന് ശേഷവും ഭാഷയുടെ, പെരുമാറ്റത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചതിന് ശേഷവും ഒരാളവിടെ ഇത്രയും സുരക്ഷിതമായി, സന്തോഷമായി, സന്തുഷ്ടമായി ഉണ്ടുറങ്ങി താമസിക്കുന്നുണ്ടെങ്കിൽ, അനുമോൾ പറഞ്ഞതുപോലെ ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അനുമോളെ അവിടെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുമോളെ പിരിച്ചു വിടില്ല എന്ന് തന്നെ നമ്മളും വിശ്വസിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അടുത്ത സീസണിലൊക്കെ നോക്കിക്കോളൂ, ഇതിനേക്കാൾ മോശം സ്ട്രാറ്റജികളുമായി ആളുകൾ വരും. കാരണം ഇപ്പോൾ എല്ലാവർക്കും കോൺഫിഡൻസ് ആയി. പണ്ട് ബിഗ് ബോസിൽ മത്സരിക്കാൻ വന്നിട്ടുള്ള ആളുകൾ ബിഗ് ബോസ് പ്രോഗ്രാമിൽ നിന്ന് അലറി വിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അഗ്രസീവായി ബിഹേവ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ നിലനിൽക്കുന്നത് കണ്ടപ്പോൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ജനപ്രീതി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് വന്നവരൊക്കെ അത് ആവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പാനി ശരത്ത് ഔട്ടാവുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പറഞ്ഞത് തന്നെ ആലോചിച്ച് നോക്കൂ. അത്യാവശ്യമൊക്കെ തെറി വിളിക്കുന്ന ആമ്പിള്ളേരെയൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് എന്ന് അയാൾക്ക് തോന്നുന്നതിൻ്റെ കാരണം അങ്ങനെയുള്ളവരെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോയതുകൊണ്ടാണ്. അത് തന്നെയാണ് അനുമോളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ആരെക്കുറിച്ചും എന്ത് ഇല്ലാ കഥകളും ഉണ്ടാക്കി പറയാം, പറഞ്ഞതിൽ ഉറച്ചു നിന്നാൽ മതി, കണ്ണീർ നാടകം ഇറക്കാം. മനുഷ്യപ്പറ്റിൻ്റെ 1% പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ആരെക്കുറിച്ചും എന്തും പറയാം, എങ്ങനെയും പെരുമാറാം, എത്ര മോശം കാര്യങ്ങളും പറഞ്ഞു നടക്കാം, ഒരു കുഴപ്പമില്ല, നിങ്ങളിവിടെ നിലനിർത്തിക്കോളൂ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി കണ്ട് അട്രാക്റ്റഡ് ആയി വരാൻ പോകുന്ന ഒരുപാട് വിഷക്കുപ്പികൾ പുറത്തുണ്ട്. അനുമോൾ അവിടെ തുടരുന്നത്
സത്യം പറഞ്ഞാൽ മോഹൻലാലിൻ്റെ നരസിംഹം എന്ന് പറയുന്ന സിനിമയിൽ പറയില്ലേ, ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല നീ കാണ് എന്ന് പറയുമ്പോൾ ഒരു വലിയ സമൂഹമായി മാറുന്നു എന്ന് പറയുന്ന പോലെ അനുമോൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളുണ്ടല്ലോ, ആ വൃത്തികേടുകളൊക്കെ പുറത്ത് കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത, ഒരുപക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ, അത്തരം മാനസികാവസ്ഥയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവരൊക്കെ വോട്ട് ചെയ്തിട്ടാണല്ലോ അനുമോൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ അവർ അവിടെ നിൽക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യും. അവരവിടെ തുടരുന്നിടത്തോളം തങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേട് നോർമലാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. സ്വാഭാവികമായും പുറത്തും ഇതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ലാലേട്ടനായി എണീപ്പിച്ച് നിർത്തിയിരിക്കുന്ന അനുമോൾക്കറിയാം അനുമോൾ ഇന്നൊരു വ്യക്തിയല്ല, ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണെന്നുള്ളത്. ഇനി എത്ര നാൾ അനുമോൾ അവിടെ തുടരുന്നോ അത്രയും നാൾ അവർക്ക് കിട്ടുന്ന വോട്ടുകൾ, അവരവിടെ തുടരുന്ന ഓരോ നാളും ആളുകൾ കരുതുന്നത്, അല്ലെങ്കിൽ അവരും വിചാരിക്കുന്നത് ഞാൻ ശരിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ശരിയാണ് എന്ന് തന്നെയായിരിക്കും. ഈ പ്രോഗ്രാമിലുടനീളം താൻ ചെയ്തത് തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളുമായി ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന ആളോടും വളരെ കോൺഫിഡൻ്റായി വിട്ടുകൊടുക്കാതെയാണ് അനുമോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഡിസ്റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, അനുമോൾക്ക് അനുകൂലമായി സംസാരിച്ചില്ലെങ്കിൽ അത് മോഹൻലാലാണെങ്കിലും അനുമോൾക്ക് പുല്ലുവിലയാണ് എന്നുള്ളതാണ്. മോഹൻലാൽ പിന്നീട് അങ്ങോട്ട് ഈ ഹൗസിൽ വന്നതും അതിനുശേഷം പുറത്തേക്ക് ചെന്ന് സംസാരിക്കുന്ന സമയത്തൊന്നും അനുമോൾ മോഹൻലാലിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല, അതായത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരാളവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അവരങ്ങ് ഡിസൈഡ് ചെയ്യുന്നത് പോലെ അത്രയും മോശമായിട്ടാണ് മോഹൻലാലിനോട് ബിഹേവ് ചെയ്യുന്നത്. മലയാളത്തിൻ്റെ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ബഹുമാനമുണ്ട്. അങ്ങേരെ അവിടെ ചെന്ന് ഈ പറയുന്ന അനുമോളോടോ അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിനോടോ ഒരു വൃത്തികേടും പറഞ്ഞിട്ടില്ല. ഒരാളുടെയും ജീവിതം കുട്ടിച്ചോറാക്കാനുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. അങ്ങേര് കൺമുന്നിൽ കണ്ട ഒരു കുറ്റം വിളിച്ചു പറഞ്ഞു, അതിൻ്റെ പേരിൽ ശകാരിച്ചു എന്ന് പറയുമ്പോഴേക്കും അയാളെ ക്യാൻസൽ ചെയ്ത് കളയുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിയമവാഴ്ചയും നിയമപാലകരെയും ഒക്കെ എതിർത്തുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യും, ഞാൻ ഇഷ്ടമുള്ളത് ഇവിടെ പറഞ്ഞു പരത്തും എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയാണോ ഒരു ആണിനും പെണ്ണിനും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് സ്വതന്ത്രമായി ഒരു സ്ഥലത്തിരിക്കാനും അവരുടെ പ്രൈവസിക്കുമൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിനെ വിലക്കുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യമാണ് അനുമോൾ അതിനകത്ത് വരുന്ന ചെയ്തിട്ടുള്ളത്. അത് ചോദ്യം ചെയ്യുന്ന അതോറിറ്റിയെ ബഹുമാനിക്കാതിരിക്കുക എന്ന് പറയുന്നത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ബിഗ് ബോസ് ഇന്ന് പ്ലേ ചെയ്ത ക്ലിപ്പുകൾ എടുത്ത് നോക്കൂ. ഇപ്പോൾ ജിസേലിൻ്റെ ക്ലിപ്പ് കാണിച്ചത് അവർ പറയുന്നത് ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ ഇതിലൊന്നും അങ്ങനെ വീഴില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് കാണിച്ചത്. അതുപോലെ തന്നെ അനുമോളുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് പറയുന്നത് ചപ്പാത്തി കള്ളി എന്ന് വിളിച്ച ആ ഒരു കാര്യം നീ കണ്ടിട്ടില്ലെങ്കിൽ പറയരുതെന്ന് പറഞ്ഞ് തലതല്ലി പൊളിച്ച് അവിടെ ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ച് അനുമോളെ നമ്മൾ കാണുമ്പോൾ അതേ അനുമോൾ തന്നെയാണ് കാണാത്ത കാര്യം ജിസേലിനെ കുറിച്ചും ആര്യനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവർ രണ്ടുപേരും ഇങ്ങനൊരു റിയാക്ഷൻ അനുമോൾക്ക് കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ആര്യനടക്കമുള്ള ആളുകൾ ഇമോഷണലി സംസാരിക്കുന്നത് കാണിക്കുമ്പോൾ അനുമോളുടെ എക്സ്പ്രഷൻ ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അനുമോൾ ആര്യനെക്കുറിച്ച് പറഞ്ഞത് തമാശയാണെന്ന് അനുമോൾ പറയുകയാണ്. പക്ഷേ അനുമോളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അത് തമാശയായി മാറുന്നില്ല. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ തമാശ ബാക്കിയുള്ളവർ പറഞ്ഞ തമാശ ആവില്ലെന്ന്. അതിനിടയിൽ അപ്പാനി ശരത്തിനെ അടക്കം വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഇതിൽ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ സത്യമാണോ കള്ളമാണോ എന്ന് അറിയണമായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ വലിയ കാര്യമല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നതിലുണ്ടത്. ഇതൊരു സദാചാര പ്രശ്നമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തുകയാണ്. അവിടെ അത്രയും ക്യാമറകളുള്ള അത്രയും മോണിറ്ററിംഗ് ഉള്ള ഒരു സ്ഥലത്ത് അവർക്കറിയാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന്. എന്നിട്ടും അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു മോശം ആരോപണം രണ്ട് വ്യക്തികൾക്കെതിരെ നടത്തുന്നത് അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റിൽ ഷീസ് ദയർ. ഇന്ന് ഈ നിമിഷവും അപ്പാനി ശരത്ത് എവിക്റ്റ് ആയതിനു ശേഷം എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി എന്ന് രേണുസുതി പറഞ്ഞ ശേഷം ഇവരൊക്കെ പോയതിനു ശേഷവും അനുമോൾ ഇപ്പോഴും അവിടെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത്രയും ദിവസവും ഈ ഗെയിമിലെ ഓരോ ഗെയിമേഴ്സിൻ്റെയും സ്ട്രാറ്റജികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണ് എന്ന് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുമോളെ സംബന്ധിക്കുന്ന ഈ ഒരു വിഷയം ജിസയിലും ആര്യനുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ലാത്തൊരു കാര്യം കണ്ടു എന്ന് പറയുകയും അവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാകുകയും അതിനുശേഷവും അവരാ തെറ്റ് ചെയ്തു എന്ന് ഒരു തെളിവുമില്ലാതെ പറയുകയും ചെയ്യുന്ന അനുമോളുടെ ഈ നടപടിയെ ഞാൻ സ്ട്രാറ്റജി എന്ന് വിളിക്കില്ല. കാരണം ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ദിസ് ഇസ് നോട്ട് എ ഗെയിം സ്ട്രാറ്റജി. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഒരു സാമൂഹ്യ ദ്രോഹത്തിൻ്റെ അളവുകോലിൽ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ആ രീതിയിൽ വിലയിരുത്തപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ട കാര്യമാണ്. ഈ വിഷയത്തിൽ ആക്ച്വലി പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട കാലുമാറ്റങ്ങളുണ്ട്. അതിലൊന്ന് പ്രവീണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള പ്രവീൺ, അദ്ദേഹം ആര്യനുമായിട്ടുള്ള ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് പൊതപ്പ് എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. മസ്താനിയും അത് പറയുന്നുണ്ടായിരുന്നു. മസ്താനി ലാലേട്ടന് കൊടുത്ത മറുപടി എന്താണെന്നുള്ളത് നമ്മളെ കേൾപ്പിച്ചിട്ടില്ല, അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആൻഡ് പ്രവീൺ പൊതപ്പ് എന്ന് ആ സമയത്ത് പറഞ്ഞാണ്. പക്ഷേ പിന്നീട് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുപോലെയാണ്. അതുപോലെ തന്നെ ബിന്നിയും ആര്യനും ജിസയിലും തമ്മിൽ എന്തായിരിക്കും എന്ന് ഒരു സംശയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ബിന്നി പറയുന്നുണ്ടെങ്കിലും ആ പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നത് അവർക്കിടയിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പാണ് ലാലേട്ട എന്നുള്ളതാണ്. അത് ഒരു ക്ലിയർ കട്ട്
കാലുമാറ്റമായിരുന്നു, ഒരു രക്ഷപ്പെടൽ ശ്രമമായിരുന്നു. ആക്ച്വലി ഈ ഒരു വിഷയത്തിൽ ജിസേലിനും ആര്യനും ഒപ്പം നിന്ന ഈ ആൾക്കൂട്ട വിചാരണ തെറ്റാണ് എന്ന് ഉറക്കെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരാളുള്ളത് അക്ബർ മാത്രമാണ്. പിന്നീട് ഒനീലാണെങ്കിലും ജിസേലിനൊരു മോറൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈവൻ നിങ്ങൾ കിസ് ചെയ്താൽ പോലും എന്താ കുഴപ്പം, ഇതിവിടെ വേറെ ആരുടെയും വിഷയമല്ല എന്ന് ഒനീൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അക്ബറാണ് ആ സമയത്ത് എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് മാറി നിന്നിട്ടുള്ളത്. പിന്നീട് അതിനൊപ്പം നിൽക്കാതിരിക്കുന്ന ഇപ്പോൾ ആദില നൂറ അടക്കമുള്ള ആളുകളെയും ലാലേട്ടൻ വിമർശിച്ചിട്ടുള്ളതും അതിന് കൂട്ടുനിന്നു എന്നുള്ളതുകൊണ്ടാണ്. അതിൽ ഏറ്റവും അധികം റിഗ്രറ്റ് അനുഭവിക്കുന്നത് ആദിലയാണെന്ന് തോന്നി. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ അത് ശരിക്കും കാണാനുണ്ടായിരുന്നു. അക്ബർ പറയുന്ന വാചകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് വായിക്കുകയാണ്. എൻ്റെ മനസാക്ഷിയെ നന്നായിട്ടറിയാം, അവർ നല്ല സുഹൃത്തുക്കളാണ്, എനിക്കത് മതി. നിങ്ങൾ മാറി നിന്ന ആളുകളും ഒരുപാട് മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രതികളാണ് എന്ന് അക്ബർ പറയുന്നുണ്ട്. അതിൽ ജിഷിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ജനങ്ങൾ കാണുന്ന പരിപാടിയാണ്, ചിലപ്പോൾ ജനങ്ങളെ കാണിക്കാതിരിക്കാൻ പലതും കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും, ഇത് പലതും നടക്കുന്നൊരു സ്ഥലമാണ് എന്നൊരു ഡയലോഗ് ജിഷിൻ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു കടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മസ്താനി അടക്കമുള്ള മറ്റെല്ലാ വൈൽഡ് കാർഡ്സിനെയും കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് അക്ബർ സംസാരിക്കുന്നത്. ഈ വൈൽഡ് കാർഡ്സിൽ പലരും പറഞ്ഞു കേട്ടറിവുള്ള കാര്യങ്ങളും കൂടി വെച്ചുകൊണ്ടാണ് അനുമോൾ ഇത്രയും കോൺഫിഡൻ്റായി ഇങ്ങനൊരു അറ്റാക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഞാൻ അതിനെ അറ്റാക്ക് എന്ന് തന്നെയാണ് വിളിക്കുക. അതൊരിക്കലും ഒരു സ്ട്രാറ്റജി ആവുന്നില്ല. രണ്ട് വ്യക്തികളുടെ ജീവിതത്തിനെ, അവരുടെ അഭിമാനത്തിനെ ഒക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു അറ്റാക്ക് ആയിരുന്നു അത്. കുറ്റബോധവും ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ആദില ഒരു പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിച്ചൊരു മൊമെൻറ്റ് മസ്താനിയോട് പറഞ്ഞതാണ്. സച്ച് എ ക്രൂക്കഡ് ഫേക്ക് പേഴ്സൺ എന്നാണ് മസ്താനിയെ വിളിക്കുന്നത്. അതിനുശേഷമുള്ള അല്ലെങ്കിൽ അതിന് മുമ്പുള്ള മസ്താനിയുടെ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നു കയറിയതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ ആദിലയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ശൈത്യയുടെ ഒരു മാറ്റവും ഈ വീക്കെൻഡ് എപ്പിസോഡിലെ ശൈത്യയുടെ പ്രകടനവും ഒക്കെ നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടതാണെന്ന് തോന്നുന്നു. ശൈത്യ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്, അനുമോളെ പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ പോലും ശൈത്യ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ്, വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ്. ശൈത്യ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ശൈത്യ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ ആദ്യം ശൈത്യയെ അറ്റാക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആര്യൻ എണീറ്റ് നിന്ന് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ശൈത്യ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശൈത്യ അതിനെ എതിർക്കുന്നില്ല. അനുമോൾ ആ സമയത്തും ശൈത്യ അത് ഉണ്ടാക്കി പറഞ്ഞു എന്നുള്ള രീതിയിൽ ശൈത്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ശൈത്യയെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോഴും ശൈത്യ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാലേട്ടൻ എല്ലാവരുടെയും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാഴ്ച തുണി അലക്കണമെന്ന് പറയുന്ന ആ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്ന സമയത്തും ശൈത്യക്ക് കിട്ടുന്നത് അനുമോളുടെ ഡ്രസ്സ് അലക്കണമെന്നാണ്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ശൈത്യക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ശൈത്യക്ക് ഒരു കുഴപ്പമില്ല. അനുമോളുടെ പാവ അത് ശൈത്യയുടെ കൈ കൊടുത്തതിന് ശേഷം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇല്ല ലാലേട്ടൻ, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിലായിരുന്ന സമയത്ത് ഞാനും ആ പാവയെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണെന്ന്. ശൈത്യക്ക് വേണമെങ്കിൽ അത് മാറ്റി പറയാമായിരുന്നു. ആ സമയത്ത് അതെങ്ങനെ വേണമെങ്കിലും ഡീൽ ചെയ്യാമായിരുന്നു. പക്ഷേ ശൈത്യ പറഞ്ഞത് എനിക്കതിലൊന്നും കുഴപ്പമില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അവിടെ ഒരുപാട് ഗ്രൂപ്പുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് സർക്കിളുകൾ ഉണ്ടായി വരുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഫ്രണ്ട്സിനെ മാറ്റിയതും ആ ഫ്രണ്ട്സ് ഓരോരുത്തരും മാറുന്ന സമയത്ത് അവരെക്കുറിച്ച് കുറ്റം പറയുന്നതും ഫ്രണ്ട്സ് മാറുന്ന സമയത്ത് അനുമോളിൽ നിന്ന് കണ്ടെത്തുന്നതുമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശൈത്യയെ പോലെയെങ്കിലുമുള്ളൊരു ഫ്രണ്ടിനെ അനുമോൾക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇനി കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. മറ്റൊരു സോൾവ് ചെയ്യപ്പെടാതെ ക്ലോസ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. നാളത്തെ ദിവസം അതിൻ്റെ ബാക്കി ഉണ്ടാവുമെന്നാണ് ഏറ്റവും അവസാനം ലാലേട്ടൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. മസ്താനിയാണ്. മസ്താനിയുടെ ഭാഷയെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ അവസാനിപ്പിക്കുന്നത്. കാരണം അപ്പാനി ചേർത്ത് പുറത്തായ സമയത്ത്, എവിക്റ്റ് ആയ സമയത്ത് വളരെയധികം ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ബിഗ് ബോസിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നടന്നിരുന്ന മസ്താനി അപ്പാനി ചേർത്ത് വിളിച്ച ഒരു തെറി വാക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസ്താനിയുടെ ഭാഷയെക്കുറിച്ച് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മസ്താനിയുടെ ഒരു വിഷയം അവർ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായി ചൂണ്ടിക്കാണിച്ച് അതിലേക്ക് ചർച്ചകളൊക്കെ വന്നു. പക്ഷേ എങ്ങും തൊടാതെ ആ വിഷയം അവസാനിപ്പിച്ചു എന്ന് തോന്നി. അത് ഈ വെസൽ ടീമിൻ്റെ ഭാഗമായി പാത്രങ്ങൾ കഴുകാതെ അത് കൂട്ടിയിട്ടതിനെ അത് ലാലേട്ടൻ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുള്ള കാര്യമാണ്, അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങൾ, അതിൻ്റെ പേരിൽ അക്ബറിനെയും അപ്പാനി ശരത്തിനെയും ഒക്കെ ഗുണ്ടകൾ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പ്രവീണിൻ്റെ ഭാഗത്തുനിന്നും നെവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നു. നെവിൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ ഈസ് എ ബിഗ് ഫെയിലിയർ എന്നുള്ളത് വളരെയധികം തെളിയിക്കുന്ന രീതിയിലുള്ളൊരു കോൺവെർസേഷനാണ് ആ സമയത്ത് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ പാത്രങ്ങൾ അവിടെ കഴുകാതെ വെച്ചു എന്ന് പറയുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യില്ല എന്ന് പറയുകയും മറ്റുള്ളവരെ അപമാനിക്കുകയും അതുപോലെ തന്നെ പുറത്തെ കാര്യങ്ങൾ അകത്തു വന്ന് പറയുക, വളരെ മോശം ഭാഷ ഉപയോഗിക്കുക, ഈ പറയുന്ന പല കാര്യങ്ങളും മസ്താനിക്കെതിരെ സംസാരിച്ചുകൊണ്ട് വന്നെങ്കിലും ആ വിഷയം എവിടെയും എത്തിയില്ല. ഒരു പ്രശ്നവും ആ പാത്രങ്ങൾ കഴുകി വെക്കണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കൊടുക്കുന്നത് പോലും നമ്മൾ എവിടെയും കണ്ടില്ല. പക്ഷെ അതിനേക്കാൾ മസ്താനിയുടെ ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അവരൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എണീപ്പിച്ചു നിർത്തുന്ന സമയത്ത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും ഒന്ന് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി തെറ്റാണെങ്കിലും അപ്പോളജൈസ് ചെയ്യാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല. ഞാൻ ചെയ്തതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന അടാറ് കോൺഫിഡൻസിലാണ് എണീറ്റ് നിൽക്കുന്നത്. അതേ ആറ്റിറ്റ്യൂഡ് നമുക്ക് അനുമോളിലും കാണാൻ പറ്റും. താനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വിട്ടുകൊടുക്കില്ല, അംഗീകരിക്കില്ല, മാപ്പ് പറയില്ല, അതേ സ്റ്റാൻഡിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല ക്വാളിറ്റി അല്ല.
അത് ഏത് ത്രാസിൽ വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാലും അതൊരു നല്ല ക്വാളിറ്റി അല്ല. നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടാകുമ്പോൾ മാപ്പ് പറയാനുള്ളൊരു മനസ്സ് കാണിക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ച എടുത്ത് നോക്കുമ്പോൾ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ സംസാരങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ജിഷിൻ. ഒരുപാട് കാര്യങ്ങൾ, റൂൾസിൻ്റെ കാര്യങ്ങളും, ഇപ്പോൾ ഒരു ടാസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൂൾസിനെ കുറിച്ചൊന്നും വ്യക്തമായി വായിക്കുന്നില്ല എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്നത് പോലെ ആളുകളോട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പറയുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ജിഷിൻ. പക്ഷേ ലാലേട്ടൻ അങ്ങോട്ട് ആവശ്യപ്പെടുക പോലും ചെയ്യാതെ ജിഷിൻ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട്. ജിസൈലിനോടും ആര്യനോടും അവിടെയുള്ള പ്ലെയേഴ്സിനോടും കണ്ടുനിന്ന പ്രേക്ഷകരോടും ലാലേട്ടനോടും ഒക്കെ ജിഷിൻ മാപ്പ് പറയുന്നുണ്ട്. ആ മാപ്പ് പറച്ചിൽ വരുന്നത് താനൊരു തെറ്റ് ചെയ്തു, താനിവിടെ മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നം പരിഹരിക്കണം, ഇനി ആവർത്തിക്കാതെ നോക്കണം എന്ന് പറയുന്ന ഒരു ബേസിക് പോസിറ്റീവ് ചിന്തയിൽ നിന്നാണ്. ആ ചിന്തയാണ് അനുമോളിലും മസ്താനിയിലും ഒന്നും കണി കാണാൻ പോലും കിട്ടാത്തത്. ഇനി അവർ ചെയ്ത തെറ്റ് വേറൊരാളുടേതാണ് എന്ന് അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ അവരത് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്യുക. ഒരിക്കലും ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു മെൻറ്റാലിറ്റി, ദാറ്റ്സ് വെരി റോങ്. അവസരം കിട്ടുന്ന സമയത്ത് ഒനിയിൽ അനുമോളുടെ സ്ട്രാറ്റജി പൊളിച്ചടുക്കുന്നുണ്ട്. പക്ഷേ ആ പൊളിഞ്ഞടുങ്ങിപ്പോയ സ്ട്രാറ്റജി അനുമോൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് മനസ്സിലാവുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഒനിയിൽ പറയുന്നത് ഇത് അനുമോളുടെ ഒരു ടാക്റ്റിക് ആയിരിക്കും. കുടുംബ പ്രേക്ഷകർ എപ്പോഴും പറയും അവരെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നതെന്ന്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് സീരിയൽ കാണുന്ന, ഇപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിലെ TV സീരിയലുകൾ കാണുന്ന, പിന്നെ അനുമോൾ കൂടി ഭാഗമായ കോമഡി ഷോ എന്ന് അവർ തന്നെ വിളിക്കുന്ന അധിക്ഷേപ പ്രോഗ്രാമിലെ അനുമോളുടെ ക്യൂട്ട്നെസ് ഏറ്റവും അധികം സെല്ല് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു ക്രൗഡുണ്ട്, അനുമോളെ ഫോളോ ചെയ്യുന്ന ഒരു ക്രൗഡ്. ആ ക്രൗഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ ഇതുപോലെയുള്ള സദാചാര പ്രശ്നങ്ങളടക്കം എടുത്തിടുന്നത് എന്നുള്ള കാര്യം ഒനിയിൽ അവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ പച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നാണോ വിചാരിക്കുന്നത്? ഇത് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ചില കുടുംബ പ്രേക്ഷകരുണ്ടാവുമായിരിക്കും. പക്ഷേ അതിനുമപ്പുറം ജിസൈൽ പറയുന്ന പോലെ എഡ്യൂക്കേഷനുള്ള, വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു പുരോഗമന ആശയങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണയെങ്കിലും കിട്ടിത്തുടങ്ങിയിട്ടുള്ള കുടുംബങ്ങളാണ് ഇവിടെ ഏറെയും ഉള്ളത്. പക്ഷേ അവരോടും ബിഗ് ബോസ് കാണിച്ചത് ഒരു തെറ്റായിപ്പോയി. അനുമോളെ വിശ്വസിക്കുന്ന ഒരു കുടുംബ പ്രേക്ഷകനോ പ്രേക്ഷകയോ ആണ് നിങ്ങളെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, എനിക്കൊരു താല്പര്യം ഉണ്ടായിട്ട് പറയുന്നതല്ല, ഇങ്ങനെ ഈ ഗെയിമിനെ വിലയിരുത്തേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുമില്ല. പക്ഷേ അനുമോൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ആത്മാർത്ഥവും സത്യസന്ധവുമായ ഒരു സാമൂഹ്യ പുനരുദ്ധാരണ പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അനുമോളുടെ ഡബിൾ സ്റ്റാൻഡേർഡുകൾ മനസ്സിലാക്കാൻ ഒന്നാമത്തെ കാര്യം, മൂത്തവരെ ബഹുമാനിക്കുക എന്നുള്ളത് അച്ഛനും അമ്മയും പഠിപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്ന അനുമോളുടെ ഭാഗത്തുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ച മോഹൻലാലിന് കൊടുത്ത പുല്ലുവില. ഇനിയിപ്പോൾ നമുക്ക് അറിയില്ല, ചിലപ്പോൾ മോഹൻലാൽ അനുമോളേക്കാൾ ഇളയതായിരിക്കാം. അതിപ്പോൾ ആധാർ കാർഡും ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഒത്തു നോക്കേണ്ടി വരും. അനുമോൾക്ക് മാത്രം അറിയാവുന്നതായിരിക്കാം. അനുമോളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കിനെ മോഹൻലാൽ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അയാളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റ് പറ്റിയതായിരിക്കും എന്ന് എതിർത്ത് പറയുന്ന അനുമോളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ജിസൈലിൻ്റെ വസ്ത്രധാരണ രീതിയെ വെച്ചുകൊണ്ടാണ് അവിടെയുള്ള ആണുങ്ങളൊക്കെ മൊണ്ണകളാണെന്നടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റ് അനുമോൾ കൂട്ടിച്ചേർത്ത് വെക്കുന്നത്. അതിനെല്ലാത്തിനും അനുമോൾ കണ്ടെത്തുന്ന അടിസ്ഥാനപരമായ കാരണം ജിസൈലിൻ്റെ വസ്ത്രധാരണ രീതി ശരിയല്ല എന്നുള്ളതാണ്. അനുമോളും മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൊക്കെ കയറി നോക്കി അവർ പങ്കെടുത്തിട്ടുള്ള പരിപാടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പോയിന്റിനെ മുൻനിർത്തിക്കൊണ്ട് അനുമോളെ വളരെയധികം അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർ വളരെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള അവരുടെ ഡാൻസും അങ്ങനെയുള്ള കുറേ വീഡിയോ ക്ലിപ്പുകളും ഒക്കെ പലരും കുത്തിപ്പൊക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് അവരെ അധിക്ഷേപിക്കുക, അവരെ അപമാനിക്കുക, ആ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതൊരിക്കലും ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരാൾ തന്നെയാണ് അനുമോൾ. മറ്റൊരു കാര്യം ദൈവമാണ് എല്ലാം എന്ന് പറയുന്ന നാഴികയ്ക്ക് 40 വട്ടം കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ബാലാമണി അനുമോൾ ദൈവം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ മാപ്പ് പറയില്ലെന്നാണ് ജിസൈലിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനിവിടെ വിലയൊന്നുമില്ലേ? ആര്യനുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് അനുമോൾ പറഞ്ഞ ക്രഷിനെ കുറിച്ച് ശൈത്യ സംസാരിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നത് അതൊരു തമാശയായി പറഞ്ഞു എന്നുള്ളതാണ്. ലാലേട്ടൻ അതിനെ ചോദ്യം ചെയ്യുന്നത് തമാശകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതിന് ശേഷം അതൊരു തമാശ മാത്രമായിരുന്നു, തമാശയായിട്ടാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അനുമോൾ ഭാഗമായ മുൻ കോമഡി റിയാലിറ്റി ഷോ എന്ന് വിളിക്കപ്പെടുന്ന പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ ഒരു കൾച്ചറായിരിക്കാം. പക്ഷേ വായി തോന്നിയെല്ലാം വിളിച്ചു പറയുന്നത് തമാശയല്ല. തമാശകൾ പറയുമ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ സൂക്ഷിച്ച് തന്നെ പറയണം, സൂക്ഷിച്ച് ശ്രദ്ധിച്ച്. എന്തായാലും ആ ഹൗസിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അനുമോൾ ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ഇതെന്നുള്ളത്. കയ്യടി കൊടുക്കേണ്ട ഒരു വിലയിരുത്തൽ അനീഷിൻ്റെ ഭാഗത്തു നിന്നാണ് കണ്ടത്. പുതുതായിട്ട് വന്ന വൈൽഡ് കാർഡ്സിനെ കുറിച്ച് അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് അവരെക്കുറിച്ചുള്ള വിലയിരുത്തലിന്. അനീഷ് പറഞ്ഞ ഓരോ വാക്കും ഓരോ വൈൽഡ് കാർഡിനെയും സംബന്ധിച്ച് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. ഞാനിങ്ങനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരുന്നു പോയി. അങ്ങനെ അനീഷ് പറഞ്ഞതുപോലെ ഈ 5 വൈൽഡ് കാർഡ്സിനെയും വിലയിരുത്തിക്കൊണ്ട് അവരുടെ ഗെയിം പ്ലാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു പ്ലെയർ
ആ ബിഗ് ബോസ് ഹൗസിലുണ്ടോ എന്ന് സംശയമാണ് എനിക്ക്. അത് ലാലേട്ടനും ബിഗ് ബോസിനും തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. അത്രയും വ്യക്തമായി അനീഷ് പറഞ്ഞു. അതിൽ എവിടെയും അനീഷ് ആലോചിക്കുന്നില്ല. ഈവൻ ഇയാൾ ഇങ്ങനെ ആയിരിക്കാം എന്നൊന്നുമല്ല പറയുന്നത്, ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള ജിഷിൻ വിചാരിക്കുന്നത് തൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ എല്ലാവരും പേടിക്കണമെന്നാണ്, അതുകൊണ്ടാണ് എല്ലാത്തിലും ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുന്നതെന്ന് പറയുന്നത്. അത് എന്ത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓരോ വഴക്കിലും ജിഷിൻ എടുക്കുന്ന സ്റ്റാൻഡ് നിങ്ങൾ എടുത്തു നോക്കൂ. ലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞത്, മസ്താനിയെക്കുറിച്ച് പറഞ്ഞത്, സാബുമാനെക്കുറിച്ച് പറയുന്നത്. സാബുമാന് പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇല്ല എന്നുള്ളത് അനീഷിനറിയാം. സാബുമാനോട് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പഠിച്ചു വരികയാണ് ലാലേട്ടൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പഠിച്ചു വരുമ്പോഴേക്കും വീട്ടിൽ പോകേണ്ട സമയമാവും എന്ന് ലാലേട്ടൻ പറയുന്ന അതേ കാര്യമാണ് അനീഷ് അവിടെ വിലയിരുത്തിയിരിക്കുന്നത്. ലക്ഷ്മി വളരെ ക്രൂക്കഡായിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം ഇവർ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ പെരുമാറുന്നത്, ഒരാൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ഒരു വിഷയത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്താൽ മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. ബിഗ് ബോസ് ഹൗസിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്ത് പലതരം ഇമോഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ ഇടയിലും ലക്ഷ്മി എടുക്കുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇയാൾ അത്രയും ഒബ്സർവ് ചെയ്യണം. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന 10-15 പേരും അതിനോടൊപ്പം പുതുതായിട്ട് വന്ന ഈ 5 പേരെയും ഒക്കെ അനീഷ് കൃത്യമായി ഒബ്സർവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷിൻ്റെ ഒബ്സർവേഷൻ്റെ റേഞ്ച് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പ്രവീണിനെ കുറിച്ച് പറഞ്ഞത് ആലോചിച്ച് നോക്കിയാൽ മതി. പ്രവീണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അയാൾ എല്ലായിടത്തും പോയിരിക്കും, എല്ലാ ചർച്ചയിലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കും എന്ന് പറയുന്നൊരു കാര്യം. ഇത് മനസ്സിലാക്കാൻ പാകത്തിന് പ്രവീൺ എവിടെയും ലൗഡായിട്ടില്ല. ആരുടെ അടുത്ത് ഒച്ച എടുക്കുകയോ സംസാരിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. പ്രവീൺ ഓരോ സ്ഥലത്തും പോയിരിക്കുന്ന സമയത്ത് അവിടെ അതത് സിറ്റുവേഷനിൽ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അനീഷിനെ നിങ്ങൾ നോക്കിക്കോളൂ. എവിടെയെങ്കിലും ഒരു ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ എവിടെയെങ്കിലും അനീഷ് ഇരിപ്പുണ്ടാവും. നമ്മൾ പെട്ടെന്ന് കാണൂല, ശ്രദ്ധിക്കൂല. അതുപോലെ അനീഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുമ്പോൾ അനീഷിനെ മറ്റേ ഉപഗ്രഹം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അനീഷ് ഈ നടക്കുന്നതിനിടയിൽ മുഴുവൻ ആളുകൾ പറയുന്നതെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട്, ഓരോന്നും പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇയാൾ അവിടെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇവിടെ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അപ്പം ഞാൻ ഇങ്ങനെയാണല്ലോ നോക്കേണ്ടത്. അതിന് അയാളെ സഹായിക്കുന്ന വലിയൊരു ഘടകം അയാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. അയാളൊരു ഗ്രൂപ്പിൻ്റെയോ ഒരു ഗ്യാങ്ങിൻ്റെയോ ഭാഗമാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ പലയിടത്തും അയാൾക്ക് ആക്സസ് കിട്ടാതെ വന്നേക്കാം. അയാളെ കാണുമ്പോൾ ശബ്ദം കുറച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. ഇയാൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം കൃത്യമായി ഒബ്സർവ് ചെയ്താണ് ഇയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുക, പേഴ്സണൽ കാര്യങ്ങൾ വിളിച്ചു പറയുക, അതിനപ്പുറത്തേക്ക് മസ്താനിക്ക് ഗെയിമില്ല. അബ്സല്യൂട്ട് ട്രൂത്താണ് ഈ മനുഷ്യൻ എണീറ്റ് എന്ന് വിളിച്ച് പറഞ്ഞത്. അത് ആ 5 വൈൽഡ് കാർഡ്സിന് മാത്രമല്ല അവിടെയുള്ള മറ്റു പ്ലെയേഴ്സിനും കൂടി മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ കൂട്ടിച്ചേർത്ത് നിർത്തലുകളും പ്രത്യേക പരിഗണന കൊടുക്കലിലും ഒക്കെ ഒരു കൺട്രോൾ ഉണ്ടാവും. എന്നാൽ ഇതേ സമയം തൻ്റെ ഗെയിം സേഫ് ആക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. അതായത് അനീഷ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലേ ഒറ്റപ്പെടലാണ്. ഒറ്റയ്ക്ക് നിൽക്കുക, ഒറ്റപ്പെട്ട് കളിക്കുക, അല്ലെങ്കിൽ എല്ലാവരുടെയും ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുക. ഈ കാര്യത്തിലേക്ക് പയ്യെ എത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അനുമോൾ. അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി അവർക്ക് കിട്ടുന്നൊരു സഹതാപവും സ്ക്രീൻ സ്പേസും ഒക്കെയുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ആ സമയത്ത് പുരുഷന്മാരും ഈ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അനീഷ്, സ്ത്രീവിരുദ്ധന് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ആദ്യമേ മുദ്രകുത്തി അകത്തേക്ക് വിട്ടിട്ടുള്ള അനീഷ്, അനുമോളെ ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് തള്ളി പറയുകയല്ല ചെയ്യുന്നത്. അനുമോളും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി അയാൾ ഉറപ്പാക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. അനുമോളെ ഒറ്റയ്ക്കാവാൻ അനീഷ് സമ്മതിക്കില്ല. ഇതിനു മുമ്പും നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം ഒറ്റപ്പെട്ടു പോകുന്നോ അത്രത്തോളം അനുമോളുടെ ഗെയിം സ്ട്രോങ് ആയിട്ട് മാറും. കാരണം ബിഗ് ബോസ് ഓരോ സീസണും എടുത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഗെയിം എന്താണെന്നും എങ്ങനെയാണിത് മുന്നോട്ട് പോകുന്നതെന്നും അനലൈസ് ചെയ്യാതെ ഒന്ന് പറഞ്ഞ് രണ്ടിന് ചൂടാവുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന, ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെടുത്താൻ ഒരു മടിയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പലർക്കും വർക്കൗട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അനീഷ് അത് സമ്മതിക്കില്ല. മസ്താനിയുടെ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഇടയിൽ ലാലേട്ടൻ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. ആക്ച്വലി മസ്താനിക്കിട്ട് തന്നെ പറഞ്ഞതാണ്. ഇതെൻ്റെ വീടല്ല എന്നൊരാൾ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ വീടാണ് എന്ന് ലാലേട്ടൻ പറയുന്നത്. സ്വന്തം വീട് പോലെ വൃത്തിക്കും മെനയ്ക്കും ഒക്കെ നോക്കണം, സ്വന്തം വീട്ടിൽ പെരുമാറുന്നത് പോലെ പരസ്പര ബഹുമാനത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളത് വീണ്ടും എല്ലാ ആഴ്ചയിലും പറയുന്ന പോലെ ആ മനുഷ്യൻ ആവർത്തിക്കുകയാണ്. എന്നിട്ടും ആർക്കും ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഇതെല്ലാം കണ്ട് അപ്പുറത്തെ മുറിയിൽ 2 പേര് ഇരിപ്പുണ്ടായിരുന്നു, ഷാനവാസും റെനയും. അവർക്ക് എന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അവരും കൂടി പ്രാവർത്തികമാക്കേണ്ടതാണ് എന്ന് അവരൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് സ്വന്തം വീട്ടിൽ പെരുമാറുന്നത് പോലെ പരസ്പര ബഹുമാനത്തോടുകൂടി പെരുമാറണമെന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇവർക്ക് 2 പേർക്കും വളരെയധികം ആപ്ലിക്കബിളാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് അതിനകത്തൊരു മധുരപ്രതികാരത്തിൻ്റെ എലമെൻറ്റും കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ട് വിഷ് ചെയ്തതാണ്. അതിൽ ഓരോ ആൾക്കാരും വന്ന് വിഷ് ചെയ്ത് പോകുമ്പം നമുക്ക് ആ ഒരു ഇമോഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ ആളുകൾക്കും ഇത്രയും ദിവസത്തിന് ശേഷം അവരുടെ കുടുംബാംഗങ്ങളെ കണ്ടതിൻ്റെ സന്തോഷങ്ങൾ ഒക്കെ നമുക്ക് അറിയാനുണ്ട്.
പക്ഷേ അതിൽ എടുത്തു പറയണമെന്ന് തോന്നുന്നത് 2 പേരുടെ ഫാമിലീസ് വന്നതാണ്. അതിലൊന്ന് അപ്പാനിശരത്തിൻ്റെ ഫാമിലിയാണ്. അപ്പാനിശരത്തിൻ്റെ ഫാമിലിയെ തന്നെ തകർക്കുന്ന രീതിയിൽ അയാളുടെ ഭാര്യയ്ക്ക് അയാളിലുള്ള വിശ്വാസത്തെയൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിൽ ഇടുന്നത് പോലത്തെ ഒരു ഡയലോഗ് അത് തുടങ്ങി വെച്ചത്, ആ ചർച്ച തുടങ്ങി വെച്ചത് അനുമോളായിരുന്നു. അതേ അനുമോൾ കാണുകയാണ് അതേ ഭാര്യ വന്ന് അപ്പാനിശരത്തിനെ വിഷ് ചെയ്തത്. അത് എനിക്കൊരു സ്ട്രോങ് മെസ്സേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അങ്ങനെയാണ് കുടുംബങ്ങൾ, അങ്ങനെ ആവണം കുടുംബങ്ങൾ. എന്ത് വന്നാലും, ഏത് കൊടുങ്കാറ്റ് വന്നാലും, മറ്റേ പിണറായി വിജയനെക്കുറിച്ച് പണ്ട് പറഞ്ഞതുപോലെ ഏത് കൊടുങ്കാറ്റിലും ആടി ഉലയാത്ത ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇവിടെ കപ്പിത്താനൊന്നുമല്ല. ഈ കപ്പൽ ആടി ഉലയാതെ നിൽക്കണമെങ്കിൽ പരസ്പരമുള്ള ബഹുമാനവും പരസ്പരമുള്ള വിശ്വാസവും പരസ്പരമുള്ള കെയറും വേണം. ഞാൻ ഇയാളെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ഒരു ചിന്ത അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു വിഷൻ അവർ വരുമായിരുന്നു. അതും പുറത്തുണ്ടായ സോഷ്യൽ മീഡിയ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് അത്രയും ശക്തമായിരുന്നു. ശരിക്കും അപ്പാനിശരത്ത് ഈ എവിക്റ്റായി പോകുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഇത്രയും ദിവസം നിന്ന വകയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റവന്യൂ ഒക്കെ വെച്ച് അത്യാവശ്യം റവന്യൂ കിട്ടിയിട്ടുണ്ടാവും. ഇനി വേണ്ടത് അയാളൊരു അച്ഛനാവാൻ പോവുകയാണ്. അയാളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. അവർക്കൊപ്പമുള്ള സമയം, സമാധാനത്തോടു കൂടിയുള്ള സമയം. പണ്ടൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ സംവിധായകനോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് ഞാൻ ഈ പ്രശ്നങ്ങളൊന്നും അറിയാറില്ല. കാര്യം എന്നെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്, എൻ്റെ ഭാര്യയും പിള്ളേരുണ്ട്. ഞാൻ അവിടെ പോയി അവിടെ ഹാപ്പി ആയിട്ടിരിക്കും. സോഷ്യൽ മീഡിയ നോക്കിയാൽ നമുക്ക് പിന്നീട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇവിടെ അപ്പാനിശരത്തിന് ഭാര്യ പ്രഗ്നൻ്റ് ആണ്, ഒരു കുഞ്ഞു വരാൻ പോകുന്ന സന്തോഷമുണ്ട്. അയാളെ ഇത്രയധികം സ്നേഹിക്കുന്ന കൂടെ നിൽക്കുന്ന ഒരു കുടുംബമുണ്ട്. അതിനൊപ്പം അയാൾ സമയം ചെലവഴിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് തോളത്ത് കെട്ടി വിടാനാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും സ്നേഹവും അത്രയും കരുതലും അവരുടെ ആ ഒരു വിഷ്വലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്ബറിൻ്റെ പാർട്ട്ണർ വന്ന് വിഷ് ചെയ്ത് ഈ ഗെയിമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പേ മിച്ചം ഉണ്ടാവില്ല എന്നാണ് അനുമോൾ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് അക്ബർ ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നിട്ടും നിങ്ങൾ നോക്കൂ, ഇത്രയും സ്നേഹത്തോടെ അനുമോൾ അക്ബറിനെ കുറിച്ച് ആദ്യ വീക്കിൽ തന്നെ പറഞ്ഞത് അവൻ്റെ നോട്ടം ശരിയല്ലെന്നാണ്. അതുപോലെ ഏറ്റുപിടിച്ച ഷാനവാസ് ഉണ്ടായിരുന്നു. വേറെയും കുറേ ആരോപണങ്ങളും ഒരുപാട് ചീത്തവിളികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായ ശേഷവും ആ പാർട്ട്ണർ അയാൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ വിശ്വാസമുണ്ട്. വിശ്വാസം എന്നുള്ളതിനും അപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പാർട്ട്ണറെ, ഞാൻ എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ ഏത് പ്രശ്നം വന്നാലും എന്ത് കോലാഹലമുണ്ടായാലും ഞാൻ വിട്ടുകളയില്ല. അയാൾ എന്നെ പറ്റിക്കില്ല, ഞാൻ അയാളെയും പറ്റിക്കില്ല എന്ന് പറയുന്നൊരു വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ വിട്ടുകൊടുക്കാതെ നിൽക്കുന്ന ഒരു കരുതലാണ്. അന്ധമായി പറ്റിക്കപ്പെടാൻ വേണ്ടി ചെന്ന് കയറി കൊടുക്കുന്ന വിശ്വാസമല്ല പറയുന്നത്. കുറേ നാളുകൾ കൊണ്ട് പരസ്പരം മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് അങ്ങനെ ഊട്ടി ഉറക്കപ്പെടുന്നൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ ശക്തിയും അതിൻ്റെ ക്വാളിറ്റിയും മനസ്സിലാവാത്തതുകൊണ്ടാണ് അതിനെ വെല്ലുവിളിക്കുകയും അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയും ഒക്കെ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇവരുടെ 2 പേരുടെയും കുടുംബാംഗങ്ങൾ അവരെ വിഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണാൻ ആഗ്രഹിച്ചത് അനുമോളുടെ മുഖമായിരുന്നു. എത്ര സൗമ്യമായി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ബന്ധം തകർക്കാൻ ശ്രമിച്ച, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആളെ മനസ്സിൽ ടാർഗറ്റ് ചെയ്ത് തന്നെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ലാലേട്ടൻ വന്ന് ഇത്രയും ശകാരിച്ചപ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ വലിയ ആഘാതം എനിക്ക് ഫീൽ ചെയ്യുന്നത് അനുമോൾക്കുണ്ടായിട്ടുണ്ടാവുക ഇവരുടെ 2 പേരുടെയും പാർട്ട്നേഴ്സ് വന്ന് അവരെ വിഷ് ചെയ്ത സമയത്തായിരിക്കും. ആ മുഖത്ത്, ആ ബോഡി ലാംഗ്വേജിൽ പിന്നീട് നമുക്കത് കാണാൻ പറ്റും. ഇനി പറയാനുള്ളത് ഇന്നത്തെ ദിവസം എവിക്റ്റായി പോയ 2 പേരെ കുറിച്ചാണ്. അതിൽ രേണു സുധി അവർ പോകണമെന്ന് ക്യാമറയെ നോക്കി ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവർ എവിക്റ്റ് ചെയ്തതെങ്കിലും അവർ ആസ് എ പേഴ്സൺ, ആസ് എ ഗെയിമർ അവിടെ നിന്ന അത്രയും നാൾ വേറൊരാളുടെ പേഴ്സണൽ ലൈഫിനെ, പേഴ്സണൽ ചോയ്സിനെ ചോദ്യം ചെയ്യുകയോ അവഹേളിക്കുകയോ നാട്ടുകാർക്ക് കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. രേണുസുധി ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ ഭർത്താവിൻ്റെ പേരാണ്. വേറൊരാളുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കാമുകൻ്റെയോ എക്സ് കാമുകൻ്റെയോ എക്സ് റിലേഷൻഷിപ്പിൻ്റെയോ ഒന്നിൻ്റെയും പേരിൽ, എക്സ് തെരഞ്ഞെടുപ്പുകളുടെയും പേരിൽ വേറെ ഒരാളെയും വേദനിപ്പിക്കാതെയാണ് അവരവിടെ നിന്നിട്ടുള്ളത്. അവരുടെ വായിൽ നിന്ന് വല്ലപ്പോഴൊക്കെ ആണെങ്കിലും വന്നിട്ടുള്ള നല്ല കുറച്ച് നർമ്മ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റീല് പോലെ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു ക്ലിപ്പിലുണ്ടായിരുന്നത് അവർ പൂക്കളത്തിൻ്റെ അടുത്ത് കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് ചേച്ചി അങ്ങനെ കിടക്കരുത് ദോഷമാണെന്ന് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത് ആർക്കാ മോനെ, അത്തത്തിനാണോ എന്ന് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 56 ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നത്. അവിടെയൊക്കെയും അവരിതിനെ മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടോ അല്ലെങ്കിൽ എല്ലാവരെയും തോപ്പിച്ച് ഫസ്റ്റ് അടിക്കണമെന്ന് പറയുന്നൊരു വാശിപ്പുറത്തോ അങ്ങനെയല്ല അതിനെ കണ്ടിട്ടുള്ളത്. പിന്നെ അവർ തന്നെ പറഞ്ഞു എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, അവരുടെ മെൻ്റൽ ഹെൽത്തിന് ഇത് പറ്റിയൊരു പ്രോഗ്രാം അല്ല എന്നുള്ളത് അവർ ഇറങ്ങിപ്പോയതിന് ശേഷം ലാലേട്ടനും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് നമ്മൾ മെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്നതാണെന്ന്. ഒരു പക്ഷേ അവരുടെ പ്രശസ്തിയുടെ, അവർ ആ ഒരു പ്രോഗ്രാം തുടങ്ങുന്ന സമയത്തുള്ള അവരുടെ പ്രശസ്തിയുടെ പീക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയം കൂടി ആയതുകൊണ്ടായിരിക്കും അവർ എൻ്റർ ചെയ്തത്. ആ കോൺഫിഡൻസിൽ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഷ്ടത്തിനെ ഫേസ് ചെയ്ത് അതിൽ നിന്ന് പുറത്തെത്തിയോ ഇല്ലയോ എന്ന് അറിയാത്ത തൻ്റെ കുടുംബം, അവിടെ കുഞ്ഞു കുട്ടികൾ, അവരെയൊക്കെ മിസ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ തീർച്ചയായും അവരുടെ മെൻ്റൽ ഹെൽത്ത്
അവർ സൂക്ഷിക്കേണ്ടതാണ്. അപ്പം അവർ പോയത് നന്നായിന്നേ ഞാനും പറയുള്ളൂ. നാളെ അവരുടെ പിറന്നാളാണ്. പിറന്നാൾ ദിവസം അവർ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ടിരിക്കട്ടെ. പിന്നെ വീണ്ടും ഓർമ്മിക്കാനുള്ളത്, അവർ ഈ ഹൗസിലുള്ള സമയത്തും അവരുടെ ഭർത്താവിനെയും അവർ പറയുന്ന കാര്യങ്ങളെയൊക്കെ ചേർത്തുകൊണ്ട് ഒരുപാട് ട്രോളുകൾ ഉണ്ടാക്കി ആസ്വദിച്ച ആളുകളുണ്ട്. അതിൽ നിന്ന് നല്ല റവന്യൂ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്. അതൊക്കെ കൊത്തിപ്പെറുക്കി തിന്ന് നമുക്ക് അത് നിർത്താം. ഇനി അവർ സമാധാനമായിട്ട് ജീവിക്കട്ടെ. അവരുടെ അടുത്ത ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പൊക്കോട്ടെ. അവരെ ഇനി പേഴ്സണലി ബുള്ളി ചെയ്യുന്ന, ഈ ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവരെ അവഹേളിക്കുന്ന അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. അടുത്ത ആൾ അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്ത് എവിക്റ്റ് ആയതിന് ശേഷം ആ ബിഗ് ബോസ് ഹൗസിൽ കണ്ട കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എൻ്റെയും കണ്ണ് നിറയുന്നത് തന്നെയായിരുന്നു. കാരണം അവരവിടെ മത്സരിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും ബഹളവും ഗെയിമും സ്ട്രാറ്റജികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായതിന് ശേഷവും ഒരു മനുഷ്യൻ അയാളുടെ ഗെയിം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആത്മാർത്ഥമായി കണ്ണ് നിറഞ്ഞ് ഒരു സങ്കടം ഒരാൾ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒന്നും അങ്ങനെ കാണില്ല. എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുമായിരിക്കും, മറ്റേ കാല് തൊട്ട് തൊഴുത് ഷോ കാണിക്കുമായിരിക്കും, ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നെഞ്ചിൽ നിന്ന് ഒരു വിഷമം വന്ന് കണ്ണ് നിറഞ്ഞ് ആളുകൾ യാത്രയാക്കുക എന്ന് പറയില്ലേ, അത് അപ്പാനി ശരത്തിനെ സംബന്ധിച്ച് അതൊരു വലിയ അസറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. ഈ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ മുഴുവൻ എപ്പിസോഡ്സും തീരുമ്പോൾ അപ്പാനി ശരത്തിന് ഒരു പിടി നല്ല ബന്ധങ്ങളുണ്ടാവും. അതാണ് അപ്പാനി ശരത്ത് ഈ ഗെയിമിൽ നിന്നുണ്ടാക്കിയ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പാനിയുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായി അയാൾക്ക് കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരാളായിട്ട് അക്ബറിനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അക്ബർ ഈ ഗെയിമൊക്കെ കളിക്കുമ്പോഴും ഒരു പക്ഷേ അപ്പാനി ഇല്ലായിരുന്നെങ്കിൽ അക്ബറിൻ്റെ ഗെയിം കുറേയും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും പറയുന്നുണ്ട്, അക്ബറിൻ്റെ ഗെയിം ഇനിയും മെച്ചപ്പെടും. പക്ഷേ അക്ബർ ആ ഒരു തേർഡ് ഗിയറിലേക്ക് പോകുന്നതിന് പകരം സെക്കൻഡ് ഗിയറിൽ തന്നെ നിന്നുകൊണ്ടിരുന്നത് അപ്പാനി ശരത്തും കൂടി ഉള്ളതുകൊണ്ടാണ്, അയാളെ കൂടി കെയർ ചെയ്തതുകൊണ്ടാണ്. അപ്പാനി പോയി കഴിയുമ്പോൾ തനിക്കുള്ളൊരു വലിയ കൂട്ട് നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അക്ബറിൻ്റെ കണ്ണ് നിറഞ്ഞത്. അപ്പാനി ഓരോ വട്ടം എടാന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാൻ അക്ബറിന് പറ്റാതിരുന്നത് അത്രയും വിഷമം ഉള്ളിലുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആര്യൻ ഇതിനു മുമ്പുള്ള ഓരോ ദിവസവും നിങ്ങൾ നോക്കിക്കോളൂ, ചിരിക്കേണ്ട അടുത്ത് കരയുകയും കരയേണ്ട അടുത്ത് ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇമോഷൻസ് മാറി വരുന്നു. ഭയങ്കര ഇമോഷണൽ പലതരം പ്രശ്നങ്ങൾ ആര്യൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആര്യൻ കരഞ്ഞു. ആര്യൻ ഒരാൾ എവിക്റ്റായി പോകുന്ന സമയത്ത് കരഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഇനി വേറെ ആര് എവിക്റ്റായി പോയാലും ആര്യൻ്റെ കണ്ണ് നിറയുമോ എന്നുള്ളത്. ആര്യനെ നമ്മൾ ഇമ്മച്ചുവറായിട്ടുള്ള ആളാണ്, ആർക്കും ഒരു ബഹുമാനം കൊടുക്കാത്ത ആളാണ് എന്നൊക്കെ പറയുമ്പോഴും അപ്പാനി പോയപ്പോൾ ആര്യൻ അവിടെ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന കുറച്ച് സമയത്തെങ്കിലും അറിഞ്ഞിട്ടുണ്ട്. ബിന്നി ആരുടെ അടുത്തും അനാവശ്യമായി ഒരു വാക്കേറ്റത്തിനും പോകില്ല, ഒരു പ്രശ്നത്തിനും പോകില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും സംസാരിക്കുക. പക്ഷേ ഇന്ന് അപ്പാനി ശരത്ത് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള മസ്താനിയുടെ ആ ആഘോഷ പരിപാടികൾ കണ്ടപ്പോൾ ബിന്നി എന്ന് ചോദ്യം ചെയ്തു. നിന്നെ ചീത്ത വിളിച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല അപ്പാനി ഇവിടുന്ന് പോയത്, ഈ വോട്ടിംഗ് അതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്, നീ ആദ്യം നിൻ്റെ ഭാഷ നന്നാക്ക് എന്നിട്ട് ബാക്കിയുള്ളവരെ പറ എന്നൊക്കെ ബിന്നി പറയുമ്പോൾ അത് ബിന്നിയുടെ ഉള്ളിലുള്ള സങ്കടം കൂടിയാണ്. അപ്പാനി ശരത്ത് അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ബിന്നിക്കുണ്ടാവുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സങ്കടം ആദിലയ്ക്കും നൂറയ്ക്കും ഉണ്ട്. അപ്പാനി ശരത്ത് ഈ കഴിഞ്ഞു പോകുന്ന ഇത്രയും ദിവസത്തെ അവിടുത്തെ വിഷ്വൽസ് ഓരോന്നും കാണിച്ചപ്പോഴും അപ്പാനി ശരത്ത് കണ്ണ് നിറഞ്ഞിട്ട് സ്ക്രീനിൽ നോക്കാൻ പറ്റാതായി പോയത് ആദിലയ്ക്കും നൂറയ്ക്കും ഭക്ഷണം വാരി കൊടുക്കുന്ന മൊമെൻറ്റിലാണ്. അത് അവർക്കും എത്ര ഇമോഷണൽ ആയിരുന്നു എന്നുള്ളതും അപ്പാനി ശരത്തിന് എത്ര ഇമോഷണൽ ആയിരുന്നു എന്നുള്ളതും നമുക്ക് ഇന്ന് കുറേയും കൂടി ശക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്ന് കരയായിരുന്നു കുറേ നേരത്തേക്ക്. ഈ ഓരോരുത്തരുടെയും കണ്ണീരുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നില്ല ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഇനി അവിടെ ഔട്ടാകാൻ നിൽക്കുന്ന ആളുകളിൽ എത്ര പേര് പുറത്തേക്ക് ഇറങ്ങിയാൽ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ള ആളുകൾ കരയുമെന്ന്. അങ്ങനൊരു സൗഹൃദം ഉണ്ടാക്കാൻ ഇതൊക്കെ പറയുമ്പോഴും ഡിയർ അപ്പാനി ശരത്, നിങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ, ഭാഷ വളരെ മോശമായിരുന്നു. വളരെ മോശമായി, വളരെ അഗ്രസീവായി നിങ്ങൾ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെയും തെറ്റ് തന്നെയാണ്. പക്ഷേ അപ്പോഴും നിങ്ങളിൽ ഞാൻ കാണുന്ന പോസിറ്റീവ്, ലാലേട്ടൻ ഈ ഒരു കാര്യം മസ്താനിയോട് ചോദിച്ചു, തെറി വിളിച്ചതാണ് പ്രശ്നം എന്ന് മസ്താനി പറയുന്നു. അതിനുശേഷവും അപ്പാനി ശരത്ത് പറയുന്നത് മോശമായിപ്പോയി ലാലേട്ടൻ എന്നാണ്. ഓരോ പ്രാവശ്യം ഓരോ ആൾക്കാരോടും വഴക്കുണ്ടാവുന്ന സമയത്ത് അതൊക്കെ പറഞ്ഞ് തിരുത്തി മാപ്പ് പറയാൻ അപ്പാനി ശരത്ത് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അയാളിൽ എവിടെയൊക്കെയോ തിരുത്തപ്പെടാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. പ്ലീസ് അപ്പാനി ശരത്ത്, നിങ്ങളിൽ ഒരുപാട് തിരുത്തപ്പെടാനുള്ള സ്പേസ് ഉണ്ട്. അതാണ് ഒരു മനുഷ്യന് വേണ്ടുന്ന ക്വാളിറ്റി. എല്ലാം തികഞ്ഞവരാണ് എന്ന് സ്വയം ചിന്തിച്ച് എല്ലാ അഹങ്കാരത്തിൻ്റെയും പുറത്ത് കയറി ഇരുന്നിട്ട് ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. താനൊരു മനുഷ്യനാണെന്നും തനിക്ക് തെറ്റ് പറ്റുമെന്നും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാണെന്നും പറഞ്ഞ് മുന്നോട്ട് വരാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അവിടെ നിങ്ങൾ നേരത്തെ വിളിച്ച ഈ തെറികൾക്കൊക്കെ അപ്പുറത്തേക്ക് തിരുത്താൻ സ്പേസുള്ളൊരു മനുഷ്യനായിട്ട് മാറുകയാണ്. പിന്നെ നിങ്ങളിപ്പോൾ ചെന്ന് കയറാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തേക്കാണ്. ഇത്രയധികം സൈബർ ബുള്ളിങ് പുറത്തുണ്ടായിരുന്നപ്പോൾ ഈ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളിലൊന്നും നിങ്ങളതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ പുറത്തിരുന്ന് ഒരു തേർഡ് പേഴ്സൺ ആയിട്ടിരിക്കുമ്പോൾ പോലും എന്ത് ഇവന്മാരൊക്കെ ഈ പടച്ചു വിടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രയും മോശമായിട്ടുള്ള സൈബർ അറ്റാക്കൊക്കെ നടക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിന്ന നിങ്ങളുടെ കുടുംബത്തിലേക്കാണ് നിങ്ങൾ ചെന്ന് കയറാൻ പോകുന്നത്. അതൊരു അടാറ് ഭാഗ്യമാണ് മാൻ. അവരെ നിങ്ങൾക്ക് അവരെയും ഏറ്റവും അധികം ആവശ്യമുള്ളൊരു സമയമാണിത്. പുറത്തുള്ള സൈബർ ബുള്ളിങ്ങിനും
പോസ്റ്റുകൾക്കും ഒന്നും ചെവി കൊടുക്കാതിരിക്കുക. പരമാവധി കുടുംബത്തോടൊപ്പം സന്തോഷമായി സമാധാനമായി ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ തേടി ഒരുപാട് വർക്കുകൾ വരും, നിങ്ങളെ തേടി ഒരുപാട് ഇൻ്റർവ്യൂകളും കാര്യങ്ങളും വരും. മനസമാധാനത്തിന്, മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഇപ്പം നിങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്ന ഷോ ഒരു 10-30 ദിവസം വീട്ടുകാരെ ഒന്നും കാണാതെ ഫുൾ സ്ട്രാറ്റജികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ തന്നെ പല ആളുകളും ഈ ബിഗ് ബോസിൻ്റെ ഒരു ഹാങ് ഓവർ എന്ന് പറഞ്ഞ അടുക്കളയിൽ ചെന്ന് അമ്മയുടെ അടുത്ത് നിങ്ങളെ ഞാൻ ഈ അടുക്കള ടീമിലിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്, അങ്ങനത്തെ തമാശ രൂപേണയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആളുകളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പം ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് കിട്ടിയാൽ കുറച്ചും കൂടി നേരത്തെ ഹീൽ ചെയ്യാൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അവനവൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏത് സിറ്റുവേഷനിലും തന്നെ വിട്ടിട്ട് പോകില്ലെന്ന് ഉറപ്പുള്ള കുടുംബത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. തിരുത്താനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക. പിന്നെ കരിയറിൽ നല്ലോണം ഫോക്കസ് ചെയ്യുക. ഒരുപാട് സാധ്യതകളുള്ള ഒരാളാണ്. നിങ്ങളുടെ പോപ്പുലാരിറ്റി വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി ഏറ്റെടുക്കുന്ന ഓരോ പ്രോജക്റ്റും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ബിഗ് ബോസ് ഹൗസിൽ നിങ്ങളുടെ സിനിമയെക്കുറിച്ചോ സിനിമകളിലെ പ്രകടനത്തിനെക്കുറിച്ചോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ നിങ്ങളൊരു നല്ല അഭിനേതാവാണ്, നല്ലൊരു പെർഫോമറാണ്, നല്ല സംവിധായകർ, നല്ല പ്രോജക്റ്റ്, നല്ല തിരക്കഥ, അതിൻ്റെയൊക്കെ ഭാഗമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക എന്ന് അപ്പാനി ശരത്തിനോട് പറയാൻ തോന്നുന്നതാണ്. കാരണം അതിനകത്തും പുറത്തും അയാൾ ഒരുപാട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മുറിവുകളൊന്നും ഉള്ളിലുണ്ടാവാതിരിക്കട്ടെ. ഒപ്പം സ്വയം കൂടുതൽ തിരുത്തപ്പെടാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനോടൊപ്പം ലാലേട്ടൻ വന്നുപോയ ഈ എപ്പിസോഡിൻ്റെ ബാക്കി നമുക്ക് നാളെ കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അക്ബറിൻ്റെ പാട്ട് നന്നായിരുന്നു എന്ന് കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.